പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ കടുവനെ വെടിവെച്ച് കൊല്ലം തന്നെ ഓർഡർ, മയക്കുവെടിയല്ല. ഓർഡർ അടക്കം ഇവിടെ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ മന്ത്രി പറഞ്ഞു ഷൂട്ട് ചെയ്ത് കാണുന്ന അവിടെ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കാൻ. മന്ത്രിയുടെ കൂടെ അവിടെ വീട്ടിന്റെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു. മന്ത്രി ജോലി നൽകുന്നോ ജോലി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായി പറഞ്ഞ വ്യവസ്ഥ പ്രകാരമുള്ള ജോലിയും കാര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കടുവനെ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന അവിടെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലാനും പറഞ്ഞിട്ടുണ്ട്. അല്ല, ആർക്കൊന്നല്ല, അവർക്ക് വെച്ചിട്ടോ കൂട് വെച്ചോ പിടികൂട് വെച്ച് കിട്ടിയാലും എങ്ങനെയായാലും കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന് കൊല്ലാന്നുള്ള ഓർഡറാണ് സ്വീകരിച്ചു. തീർച്ചയായും മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മയക്കുവെടി വെച്ചോ കൂട് വെച്ചോ കടുവയെ പിടികൂടുക എന്നതല്ല, കാണുന്ന മാത്രയിൽ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമുണ്ട് എന്ന് മന്ത്രി കുടുംബാംഗങ്ങളെ അറിയിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അത് സംബന്ധമായ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. അങ്ങനെ കാണുന്ന മാത്രയിൽ വെടിവെച്ച് കൊല്ലാൻ SOP പ്രകാരം കഴിയുമോ? ഇപ്പോൾ നരഭോജി എന്ന തരത്തിൽ ഇതിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നരഭോജി എന്ന രീതിയിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് മയക്കുവെടി വെക്കാതെ ഇതിനെ നേരെ വെടിവെച്ച് കൊല്ലാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക തന്നെയാണ് ചെയ്യുക എന്ന് ഉറപ്പ് നൽകി എന്നാണ് നമ്മൾ അറിയുന്നത്. കുടുംബാംഗങ്ങൾ ഇവിടെ ചർച്ചയിൽ ഉണ്ടായിരുന്ന ആളുകൾ നമ്മോട് സംസാരിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുക എന്നതിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ജോലി നൽകുമെന്നത് നേരത്തെ തന്നെ തത്വത്തിൽ തീരുമാനമായതാണ്. ആ ജോലിയുടെ ഓർഡർ ഇറങ്ങുക എന്നത് വളരെ വേഗത്തിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് മന്ത്രിക്ക് വീട്ടിലെത്താനായത്. അതിനുശേഷം ഇപ്പോൾ അല്പനേരം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രി. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോകുന്നത് ഗസ്റ്റ് ഹൌസിലേക്കാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഈ പ്രതിഷേധക്കാരുമായി ഗസ്റ്റ് ഹൌസിൽ വെച്ച് ചർച്ച നടത്താം എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഗസ്റ്റ് ഹൌസിലേക്ക് തന്നെ നീങ്ങും എന്നാണ് നമ്മൾ കരുതുന്നത്.